ഹായ്, ഞാൻ രേണുസുധിനെ പറ്റി പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കാരണം മിനിഞ്ഞാന്ന് ഞാൻ ഇവിടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പാവം വർത്താനം പറയാനും വയ്യ, പാട്ട് പാടാനൊന്നും വയ്യ, വളരെ അവശതയായിട്ടായിരുന്നു. ഇങ്ങനെ ഓക്കാനൊക്കെ വന്നിട്ടൊക്കെ. അതേ സ്ഥാനത്ത് ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഞാൻ. ഭയങ്കര എനർജിയായിട്ട് കിച്ചുവിനെ കരിവാരി പൂസുന്നത് അതാണ് ഞാൻ കണ്ടത്. ഇവള് പറയണ്ടല്ലോ, ഞാൻ അവനെ നോക്കി 13 വയസ്സ് വരെ നോക്കി. നീ നോക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ വിട്ട് പോവുമോ അവൻ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്നെ വിട്ട് പോവുമോ? ഒരു അമ്മയുടെ സ്നേഹം ആത്മാർത്ഥമായിട്ട് നീ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ വിട്ട് അവൻ പോവില്ല. പിന്നെ നീ പറഞ്ഞോ, നിൻ്റെ വീട്ടുകാർ, നിൻ്റെ അപ്പച്ച, അമ്മച്ചി, ചേച്ചി എന്നൊക്കെ നീ കൊണ്ടുവരുന്നത് അവർ തിന്നിട്ടാണ് ഒത്തിരിക്കുന്നത്. ഇപ്പോൾ കിച്ചുവിൻ്റെ അനിയനും കൂടി കിട്ടിയ വീട്ടിൽ ആരായിരിക്കുന്നത്? നിൻ്റെ വീട്ടുകാർ. നിൻ്റെ വീട്ടുകാർ കയ്യിൽ എന്തിട്ട് അധികാരമുള്ളത്? അവരാണ് അവിടെ ഞെളിഞ്ഞ് വിരിച്ചിരിക്കുന്നത്. പിന്നെ ആ വീഡിയോ കാണിച്ചു, നീ മറ്റേ രാത്രി ലൈവ് ചെയ്യുന്ന വീഡിയോ. അതൊക്കെ ഒരു ആണുങ്ങൾ സമ്മതിക്കുമോ? ഒരു ആൺകുട്ടി മക്കൾ സമ്മതിക്കുമോ? ആ കുട്ടിക്ക് 23 വയസ്സായി. അവൻ സൂപ്പർ ചെയ്തോളാനല്ല പറഞ്ഞത്. സൂപ്പർ എന്ന് പറഞ്ഞാൽ നിന്നെ കളിയാക്കിയതടി മണ്ടത്തി, മനസ്സിലായോ? നിന്നെ കളിയാക്കിയതവൻ, അല്ലാണ്ട് നന്നായിട്ടില്ല അമ്മ ചെയ്തോളാനല്ല പറഞ്ഞത്. നീയും ആ ചെയ്ത കാശ് ആരാ തിന്ന്? നിൻ്റെ വീട്ടുകാർ. നിൻ്റെ വീട്ടുകാർക്ക് തുണിയില്ലാണ്ട് നീ അഴിച്ചിട്ട് ആടിയാലും അവർക്ക് കാശ് മതി. അത് നീ ചിന്തിക്കുന്നില്ല പൊട്ടത്തി. നാളെ നിൻ്റെ മകൻ വലുതായാലും നീ അഴിഞ്ഞാടി നടന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ മകൻ ചോദിക്കും ഋതപ്പൻ, തീർച്ചയായിട്ടും. മനസ്സിലായില്ലേ? അപ്പം നീ അവൻ അങ്ങനെയാണ്, അവൻ കഞ്ചാവ് വലിച്ചു, അവൻ ബ്രൗൺ ഷുഗറിന് അടിഞ്ഞാണ്, മറ്റതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് നീ അവനെ ചളികാരി തേച്ചിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? നീ എന്താ പറയുക, നിൻ്റെ തലയ്ക്ക് മീതെ തീട്ടം നിന്നിട്ട് ആച്ചക്കൻ്റെ കുതിങ്ങലിൽ തീട്ടെന്ന് പറയുന്ന പോലെയാണ് നീ കാണിച്ചു കൂട്ടുന്ന വേഷക്കെട്ട്. എനിക്ക് അസുഖം വന്നിട്ട് നീ കിടക്കപ്പായിൽ കിടക്കുകയല്ലേ? ഇപ്പോഴെങ്കിലും ദൈവത്തിന് വിളിച്ചിട്ട് നന്നായിട്ട് ഇരുന്നൂടറേ. എന്തിനാ നീ പറയിപ്പിക്കാൻ നിൽക്കുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ എന്തിനാ പറയിപ്പിക്കുന്ന ചെക്കനെ? ഞാൻ ജോലി വീട്ടിലാട്ടോ. ചിലപ്പോൾ കുക്കറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കും. ഞാൻ ജോലി എടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ പറയുന്നതിൽ കാര്യമുണ്ട്, മനസ്സിലായോ? നീ ആ ചെക്കനെ ടോട്ടലി, ആ ചെക്കൻ്റെ അച്ഛനെയും അവനെയും കൂടി നീ വെറുപ്പിക്കുകയാണ് ചെയ്തത്. നിന്നെ അവൻ 3ാമത് കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് സ്വന്തം തന്തയല്ലാതാവുമോ? ഒരിക്കലും ഇല്ല. നീ സുധിയേട്ടൻ്റെ എത്രാമത്തെ വൈഫാ? 3ാമത്തത്. നിനക്കൊരു കല്യാണം നീ ആദ്യം കഴിച്ചിട്ടുണ്ടാ? അപ്പോൾ നീ വലിയ വർത്താനം പറയണ്ട. അപ്പോൾ കിടക്കപ്പായിൽ കിടക്കുമ്പോഴെങ്കിലും നീ ദൈവത്തിനെ വിളിച്ചിട്ട് കിടക്ക്. അതിനൊരു നല്ല മനസ്സ് വേണം. ദൈവത്തിനൊക്കെ വിളിച്ചിട്ട് നീ പറയണ്ടല്ലോ സാക്ഷ്യപ്പെടും. എന്ത് നീ സാക്ഷ്യപ്പെടുന്നത്? ഈ വായടിച്ചിട്ട്